friends, welcome to all. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ മാത്സ് സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി ചാപ്റ്റർ 8 അതിലെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ആയിരുന്നു ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് സൈൻ എ ബൈ കോസ് എ. സൈൻ എ ബൈ കോസ് എ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടാൻ എ ആണ്. അതായത് സൈൻ എ ബൈ കോസ് എ ഇസിക്കൽ ടു ടാൻ എ. എങ്ങനെയാണ് ഇത് ടാൻ എ കിട്ടിയതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സൈൻ എയുടെ റേഷ്യോ എന്ന് പറയുന്നത് സൈൻ്റെ റേഷ്യോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. കോസ് എയുടെ റേഷ്യോ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ടാൻ എയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓക്കെ, നമുക്ക് ഈ സൈൻ എ ബൈ കോസ് എയിലേക്ക് അതിന്റെ റേഷ്യോ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ എ ബൈ കോസ് എ ഇസിക്കൽ ടു സൈൻ എയുടെ റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ കോസ് എ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്, വിച്ച് ഇംപ്ലൈസ് ഇതിന്റെ മീനിങ് എന്താണ്? ദിസ് ഫ്രാക്ഷൻ, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്, ഈ സിമ്പിൾ എന്താണ്? ഡിവൈഡ് ഈ ഫ്രാക്ഷൻ അല്ലേ, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഇതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ ഒരു ഫ്രാക്ഷൻ കൊണ്ട് മറ്റൊരു ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുക എന്നതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഈ ഫ്രാക്ഷനുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുക്കുക, എന്നിട്ട് ഈ ഫ്രാക്ഷനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫിസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഡിവിഷൻ എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, അതായത് ഈ ഡിനോമിനേറ്റർ ആവുന്ന ഹൈപ്പോട്ടേനസ് ന്യൂമറേറ്റർ ആയി മാറും, ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ ആവുന്ന അഡ്ജസന്റ് സൈഡ് ഡിനോമിനേറ്റർ ആയിട്ട് മാറും, വിച്ച് ഇംപ്ലൈസ്. അപ്പം ഇവിടെ എന്തുണ്ട്? മുകളിൽ ഒരു ഹൈപ്പോട്ടേനസ് ഉണ്ട്, താഴെ ഒരു ഹൈപ്പോട്ടേനസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആവും. ഇനി ആരേ ഉള്ളൂ? മുകളിൽ ഓപ്പോസിറ്റ് സൈഡും താഴെ ഡിനോമിനേറ്റർ എന്താണ്? അഡ്ജസന്റ് സൈഡുമാണ് ഉള്ളത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ടാൻ എ ആണ്. അപ്പൊ ടാൻ എ ആണ് ആൻസർ. കണ്ടോ? അപ്പം സൈൻ എ ബൈ കോസ് എ നമ്മൾ ചെയ്തു വരുമ്പോൾ കിട്ടുന്നത് ടാൻ എ ആണ് കിട്ടിയുന്നത്. അപ്പൊ ഈ ഐഡന്റിറ്റീസ് ക്ലിയർ ആയല്ലോ. എങ്ങനെയാണ് സൈൻ എ ബൈ കോസ് എ ഡിവൈഡ് ചെയ്യുമ്പോൾ ടാൻ എ കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ഒരു ഐഡന്റിറ്റീസ് നോക്കാം. നെക്സ്റ്റ് ഐഡന്റിറ്റീസ് വന്നിട്ട് കോസ് എ ബൈ സൈൻ എ എന്ന് പറയുന്നത് കോട്ട് എ ആണ്. കോസ് എ ബൈ സൈൻ എ എന്ന് പറയുന്നത് കോട്ട് എ ആണ്. കോട്ട് എയുടെ റേഷ്യോ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതായത് ടാനിന്റെ ഓപ്പോസിറ്റ് ആണ് കോട്ട്. ടാനിൻ്റെത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് ആണെങ്കിൽ കോട്ട് അതിനെ തിരിച്ചിട്ടാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ നമുക്ക് ഈ കോസ് എ ബൈ സൈൻ എയിലേക്ക് അതിന്റെ റേഷ്യോ ഇട്ട് കൊടുക്കാം. കോട്ട് എ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ എ ഇസിക്കൽ ടു കോസയുടെ റേഷ്യോ നമുക്ക് ഇട്ട് കൊടുക്കാം. കോസയുടെ റേഷ്യോ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ സൈനയുടെ റേഷ്യോ. സൈനയുടെ റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്, വിച്ച് ഇംപ്ലൈസ് ഇതിന്റെ മീനിങ് എന്താണ്? ഈ ഫ്രാക്ഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഇതെന്താണ്? ഡിവൈഡ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഓക്കെ, വിച്ച് ഈസിക്കൽ ടു ഈ ഫ്രാക്ഷനെ ഈ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നതാണ് ഇതിന്റെ മീനിങ്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ ഫ്രാക്ഷനുമായിട്ട് ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എഴുതാം അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഈ ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, അതായത് ഹൈപ്പോട്ടേനസ് ന്യൂമറേറ്റർ ആയി മാറും, ഓപ്പോസിറ്റ് ഡിനോമിനേറ്റർ ആയി മാറും, വിച്ച് ഇംപ്ലൈസ് ഇവിടെ മുകളിലും താഴെ ആരുണ്ട്? കോമൺ ആയിട്ട് ഹൈപ്പോട്ടേനസ് ഉണ്ട് അല്ലേ? ഇവിടെ ഹൈപ്പോട്ടേനസ് ഉണ്ട്, ഇവിടെ ഹൈപ്പോട്ടേനസ് ഉണ്ട്. അപ്പൊ അത് രണ്ട് ക്യാൻസൽ ആകും. ഇനി ആരാണുള്ളത്? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഉള്ളത് അല്ലേ? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. ഇത് രണ്ട് ക്യാൻസൽ ആയി. അപ്പൊ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡിന് എന്താണ് ഡെഫിനിഷൻ? കോട്ട് എയുടെ റേഷ്യോ ആണ് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായി? കോട്ട് എ. ക്ലിയർ ആയല്ലോ.
അപ്പോൾ കോസ് എ ബൈ സൈൻ എ എന്ന് പറയുന്നത് എന്താണ്? കോട്ട് എ ആണ്. അത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു ഐഡന്റിറ്റീസ് നോക്കാം. അടുത്ത ഐഡന്റിറ്റീസ് എന്താണ്? സീക്ക് എ ഡിവൈഡഡ് ബൈ കൊസീക്ക് എ ഇസിക്കൽ ടു ടാൻ എ. ഓക്കെ, സീക്ക് എ ബൈ കൊസീക്ക് എ ഇസിക്കൽ ടു ടാൻ എ. ഇതാണ് അടുത്ത ഐഡന്റിറ്റീസ്. നമുക്ക് എഴുതാം. സീക്ക് എയുടെ റേഷ്യോ എന്താണെന്ന് എഴുതാം. സീക്ക് എ എന്ന് പറയുന്നത് എന്താണ്? സീക്ക് എന്ന് പറയുന്നത് കോസിന്റെ ഓപ്പോസിറ്റ് ആണ്. കോസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ സീക്ക് ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് സീക്ക്. അത് കഴിഞ്ഞ് എന്ത് നോക്കാം? കൊസീക്കിന്റെ റേഷ്യോ നോക്കാം. കൊസീക്ക് എ എന്ന് പറയുന്നത് സൈനിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കൊസീക്ക്. സൈൻ വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ കൊസീക്ക് ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇനി ടാൻ എ നോക്കാം. ടാൻ എ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് ടാനിന്റെ റേഷ്യോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് ടാനിന്റെ റേഷ്യോ. അപ്പൊ നമുക്ക് ഈ സി കെ ഡിവൈഡഡ് ബൈ കൊസീക്ക് എക്ക് റേഷ്യോ ഇട്ട് കൊടുക്കാം. സി കെയുടെ റേഷ്യോ ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ കൊസീക്ക് എ. കൊസീക്ക് എ എന്താണ്? ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? ഈ ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഇതിന്റെ സിമ്പൽ എന്താണ്? ഡിവിഷൻ, പിന്നെ ഈ ഫ്രാക്ഷൻ ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇതാണ് ഈ ഫ്രാക്ഷന്റെ മീനിങ്. ഈ ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ ഈ ഫ്രാക്ഷനെ ഞാൻ ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ ഫ്രാക്ഷൻ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യണത് എങ്ങനെയാണ്? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇത് അങ്ങനെ എഴുതാം. ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഡിവിഷൻ എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, അതായത് ഡിനോമിനേറ്റർ ആവുന്ന ഓപ്പോസിറ്റ് ന്യൂമറേറ്റർ ആയി മാറും. ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയി മാറും. വിച്ച് ഇംപ്ലൈസ് ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട്? ഹൈപ്പോട്ടേനസും ഹൈപ്പോട്ടേനസ്, അതും കട്ടായി പോകും. അപ്പൊ ഇതിന് ആരേ ഉള്ളൂ? ഓപ്പോസിറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡേ ഉള്ളൂ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അത് ആരാണ്? ടാൻ എ ആണ് അല്ലെ? ടാൻ എ ആണ് ആൻസർ. അപ്പൊ സി കെ ബൈ കൊസീക്ക് എയുടെ ആൻസർ എന്തെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാൽ എന്ത് എഴുതണം? ടാൻ എ ഈസ് ദ ആൻസർ. ടാനിന്റെ വേറൊരു ഐഡന്റിറ്റി ഉണ്ട്. സൈൻ എ ബൈ കോസ് എയും ടാൻ ആണ്. അതുപോലെ സി കെ ബൈ കൊസീക്ക് എയും ടാൻ ആണ്. ഇനി നമുക്ക് അടുത്ത ഐഡന്റിറ്റീസ് നോക്കാം. ഇത് മനസ്സിലായിരുന്നു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് കൊസീക്ക് എ ഡിവൈഡഡ് ബൈ സീക്ക് എയുടെ വാല്യൂ എന്ന് പറയുന്നത് കോട്ട് എ ആണ്. കൊസീക്ക് എ ബൈ സി കെ ഇസിക്കൽ ടു കോട്ട് എ. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. കൊസീക്കയുടെ റേഷ്യോ എഴുതിയിട്ടുണ്ട്, സി കെയുടെ റേഷ്യോ എഴുതിയിട്ടുണ്ട്. നമുക്കിനി കോട്ട് എയുടെ റേഷ്യോ എഴുതാം. കോട്ട് എ എന്ന് പറയുന്നത് ടാനിന്റെ നേരെ ഓപ്പോസിറ്റ്. ടാനിന്റെ ഓപ്പോസിറ്റ് ടാൻ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് ആണെങ്കിൽ കോട്ട് ഇതിന് തിരിച്ചിട്ടാൽ മതി. അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് ആണ് കോട്ടിന്റെ റേഷ്യോ. ഇനി നമുക്ക് ഈ കൊസീക്ക് എ ബൈ സി കെയിലേക്ക് റേഷ്യോ ഇട്ട് കൊടുക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? കൊസീക്ക് എ ഡിവൈഡഡ് ബൈ സീക്ക് എ ഇസിക്കൽ ടു കൊസീക്കിന്റെ റേഷ്യോ എന്താണ്? ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ സീക്ക് എ. സീക്ക് എന്താണ്? ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതിന്റെ മീനിങ് എന്താണ്? ദിസ് ഫ്രാക്ഷൻ, അതായത് ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ദിസ് ഫ്രാക്ഷൻ അല്ലെ? ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പൊ ഈ ഫ്രാക്ഷനെ ഈ ഫ്രാക്ഷൻ കൊണ്ട് ഡിവിഷൻ ചെയ്യുക, അതാണ് ഇതിന്റെ മീനിങ്. അപ്പൊ എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യേണ്ടത്? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇസിക്കൽ ടു ഇവിടെ എന്തുണ്ട്? ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, അപ്പൊ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് എന്ന് കിട്ടും. ഇസിക്കൽ ടു ഇവിടെ ആരൊക്കെ കോമൺ ആയിട്ടുണ്ട്? ഹൈപ്പോട്ടേനസും ഹൈപ്പോട്ടേനസും. അപ്പൊ അതും നമുക്ക് കട്ട് ചെയ്യാം. ഇനി ആരേ ഉള്ളൂ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? കോട്ട് എ ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? കോട്ട് എ ആണ് ആൻസർ. അതായത് കൊസീക്ക് എ ബൈ സി കെ, കൊസീക്ക് എ ബൈ സി കെ നമ്മൾ ചെയ്തു വരുമ്പോൾ എന്ത് കിട്ടുന്നു? കോട്ട് എ കിട്ടുന്നു. അതുകൊണ്ട് ഈ ഐഡന്റിറ്റീസ് എന്താണ്? കൊസീക്ക് എ ബൈ സി കെ ഇസിക്കൽ ടു കോട്ട് എ നമുക്ക് എഴുതാം.